back to Xylem Learning. It's me, Ardra, your social science teacher. നമ്മൾ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പീപ്പിൾ ആസ് റിസോഴ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. യെസ്, ടൈപ്സ് ഓഫ് റൂറൽ അൺഎംപ്ലോയ്മെന്റ് അല്ലേ. എന്തായിരുന്നു അൺഎംപ്ലോയ്മെന്റ്? അതായത് നമുക്ക് ജോലി ഇല്ലാത്തൊരു, ജോലി കിട്ടാത്ത, ജോലി ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനെ ആയിരുന്നു അൺഎംപ്ലോയ്മെന്റ് എന്ന് നമ്മൾ പഠിച്ചതല്ലേ. ആൻഡ് ഈ അൺഎംപ്ലോയ്മെന്റിന് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്സ് ഉണ്ടല്ലേ. എന്തൊക്കെയായിരുന്നു? urban unemployment ആൻഡ് റൂറൽ അൺഎംപ്ലോയ്മെന്റ്. അതിൽ തന്നെ റൂറൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. ആൻഡ് അതിന്റെ ടൈപ്സ് അല്ലേ, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റൂറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, റൂറൽ ഏരിയാസിൽ നടക്കുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ് റൂറൽ അൺഎംപ്ലോയ്മെന്റ് നമുക്കറിയാം. ആൻഡ് ഈ റൂറൽ അൺഎംപ്ലോയ്മെന്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? യെസ്, first one is seasonal unemployment and second one is disguised unemployment. എന്തൊക്കെയാണ്? റൂറൽ അൺഎംപ്ലോയ്മെന്റിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സീസണൽ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. റൂറൽ അൺഎംപ്ലോയ്മെന്റിന്റെ ഈ രണ്ട് ടൈപ്സ് നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട, എക്സാമിന് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആണ്. ഇതുപോലെയല്ല അല്ലേ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, MCQ സീരീസ്, മോഡൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സൈലത്തിന്റെ നിഞ്ച ബാച്ചിലൂടെ 9 CBSE മക്കൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് നമ്മളെല്ലാവരുമാണ് പഠിപ്പിക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് വരുന്നത്. ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ആണെങ്കിലും, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിന് യൂണിറ്റ് ടെസ്റ്റ് ആണെങ്കിലും, ഓരോ ചാപ്റ്ററിൻ്റെ സ്ലൈഡ്സ്, ഡീറ്റെയിൽ നോട്ട്സ് ഒക്കെ ആണെങ്കിലും ഈ പ്രൈസിനാണ് നമുക്ക്, ചെറിയ പ്രൈസിനാണ് നിങ്ങൾക്ക് പിള്ളേർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും 9 CBSE എല്ലാ മക്കളും നിഞ്ച ബാച്ചിൽ വേഗം ജോയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്. റൂറൽ അൺഎംപ്ലോയ്മെന്റിന് രണ്ട് ടൈപ്പ് ഉണ്ടല്ലേ. യെസ്, സീസണൽ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അതിൽ ആദ്യം തന്നെ എന്താണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. യെസ്, സീസണൽ ആണ്. നോക്കിയോ, ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വെൻ പീപ്പിൾ ഡോണ്ട് ഗെറ്റ് ജോബ്സ് ഡ്യൂറിങ് സം മന്ത്സ് ഓഫ് എ ഇയർ. അതായത് ഒരു വർഷത്തിൽ നമുക്കറിയാം 12 മന്ത്സ് ഉണ്ടല്ലേ. യെസ്, 12ഓളം മാസങ്ങളുണ്ട്. അതിൽ ഈ 12 മാസവും ജോലി ഇല്ലാത്ത അവസ്ഥയൊന്നുമല്ല. ഓക്കെ, അതായത് ഒരു വർഷം മുഴുവൻ ജോലി ഇല്ലാതെ ഇരിക്കുന്നില്ല. പക്ഷെ എന്താണ്, ചില മാസങ്ങളിൽ അല്ലെ, സം മന്ത്സ് അല്ലെ, ഒരു വർഷത്തിൽ തന്നെ ചില മാസങ്ങൾ എന്തായിരിക്കും? മേ ബി 6 മന്ത്സ് ആയിരിക്കാം, 4 മന്ത്സ് ആയിരിക്കാം, അല്ലെങ്കിൽ 2 മന്ത്സ് ആയിരിക്കാം. ഓക്കെ, എന്താണ്, ഇങ്ങനെ ചില മാസങ്ങളിൽ നമുക്ക് എന്തുണ്ടാവില്ല? ജോലി ഉണ്ടാവില്ല അല്ലെ, സീസണലി. ഓക്കെ, അതായത് ത്രൂ ഔട്ട് എ ഇയർ എന്തുണ്ടാവില്ല? ജോലി ഇല്ലാണ്ടിരിക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താണ്, ചില മാസങ്ങളിൽ നമുക്ക് ജോലി ഉണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷൻ അല്ലേ, റൂറൽ ഏരിയയിൽ ഉണ്ടാവുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതിന് എക്സാമ്പിൾ ആണ് റൂറൽ ഏരിയാസിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അൺഎംപ്ലോയ്മെന്റ്. അതായത് ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് തന്നെ സീസണൽ ആണല്ലേ. യെസ്, ഓരോ സീസണിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എല്ലാ സീസണിലും നമുക്ക് ജോബ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ റൂറൽ ഏരിയയിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ അതിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് സീസണൽ അൺഎംപ്ലോയ്മെന്റിന് ഒരു എക്സാമ്പിൾ ആണ്. സീസണൽ അൺഎംപ്ലോയ്മെന്റ് മാത്രമാണുള്ളത്? അല്ല, ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടല്ലേ. എന്താണ് ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ്? പീപ്പിൾ അപ്പിയർ ടു ബി എംപ്ലോയ്ഡ് ബട്ട് ദേ ആർ ആക്ച്വലി ഫേസിങ് അൺഎംപ്ലോയ്മെന്റ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ആൾക്കാർക്ക് ജോബ് ഉണ്ടല്ലേ, അവർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ്, അവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നു. എങ്ങനെയായിരിക്കും? അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? നോക്കിക്കോ, മോർ പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ എ വർക്ക് ദാൻ റിക്വയർഡ് ഫാമിലി മെമ്പേഴ്സ് എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. സിമ്പിളായിട്ട് പറഞ്ഞു തരാം. 10 പേരെ മാത്രം ജോലിക്ക് വേണ്ട ഒരു സ്ഥലത്തല്ലേ 10 വർക്കേഴ്സിനെ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അവിടെ ആരൊക്കെ വന്ന് വർക്ക് ചെയ്യുന്നറിയോ? അതിൻ്റെ ഡബിൾ ആയിട്ട് 20 പേര് വന്ന് വർക്ക് ചെയ്യുന്നു. ഇതെവിടെയാണ് നടക്കുന്നത്? റൂറൽ ഏരിയയിൽ അഗ്രികൾച്ചറൽ സെക്ടറിലാണ്. എന്തുകൊണ്ടാണ്? അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? അഗ്രികൾച്ചർ ആണ്, അല്ലെങ്കിൽ ഫാമിംഗ് ആണ്. ഓക്കെ, അപ്പം എന്താണ്, 10 പേരെ മാത്രം ആവശ്യമുള്ള ഒരു സ്ഥലത്ത് 20 പേരല്ലേ, ആവശ്യത്തിലധികം ആൾക്കാർ വന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. മോർ പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ എ വർക്ക് ദാൻ റിക്വയർഡ്. ഓക്കെ, അതായത് നമുക്ക് ആവശ്യത്തിൽ അല്ലെ 5 പേരെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ്, അതിലും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യാൻ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോഴാണ് അവിടെ ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ സീസണൽ അൺഎംപ്ലോയ്മെന്റും ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് അത് തമ്മിലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. റൂറൽ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് റൂറൽ അൺഎംപ്ലോയ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്താണെന്നും ആൻഡ് ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.